സ്വാഗതം. ഗുഡ് മോർണിംഗ്. രാവിലത്തെ യൂണിവേഴ്സൽ മെസ്സേജ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഈ കാർഡ് നിങ്ങൾ കാണുന്ന ദിവസത്തെ മോർണിംഗ് യൂണിവേഴ്സൽ മെസ്സേജാണ് തരാൻ പോകുന്നത്. 3 കാർഡുകൾ എടുത്തുകൊണ്ട് ഞാൻ പറയാം എന്താണ് നമ്മുടെ അവസ്ഥ, എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ 3 കാർഡുകൾ നൽകുന്ന നിർദ്ദേശം നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. നടുക്ക് ഒരു വ്യക്തി നിൽക്കുന്നു, അവർക്ക് ചുറ്റും ഒരു മഞ്ഞ പ്രകാശമുണ്ട്. അപ്പോൾ മൈൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ നിയന്ത്രണം തന്നെയാണ്. ഈ കാർഡ് എഴുതിയിട്ടുള്ളത് കോൺസെൻട്രേറ്റ് ദ പവർ ഓഫ് യുവർ മൈൻഡ് ഫോർ ഗുഡ് എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇന്ന് എന്ത് തന്നെ വെല്ലുവിളിക്കുന്ന ഇതുണ്ടായാലും മനസ്സിൻ്റെ ശക്തി വിടരുത് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത് 7 പില്ലേഴ്സ് ഓഫ് വിസ്ഡം. അത് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. തീർച്ചയായിട്ടും ഈ കാർഡ് പറയുന്നത് ചേഞ്ച് യുവർ ലൈഫ് ബൈ ഫോളോയിങ് ദ സ്പിരിച്വൽ ലോസ് എന്നുള്ളതാണ്. അതായത് ആത്മീയ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മാറ്റുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ആദ്യം മനസ്സിൻ്റെ നിയന്ത്രണം നടന്നു. 2 ഒരു ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ എഫക്റ്റ് ആവാതെ ഒരു ദീർഘകാലത്തോടു കൂടി, അതായത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം 5 വർഷം കഴിഞ്ഞാൽ അന്നുണ്ടാകുമോ, മാറ്റം വരുമോ എന്ന രീതിയിൽ ഒരു കാലികമായിട്ട് ചിന്തിക്കാനാണ് പറയുന്നത്. ഈ 3ാമത്തെ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ആൻഡ് മ്യൂസിക് എന്ന് പറയുന്ന കാർഡാണ്. നമുക്ക് 2 കുട്ടികളും അവർ ഒരു ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്, അത് വെച്ച് കളിക്കുന്നതാണ് കാണുന്നത്. കാർഡിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് കീപ്പ് എവരിത്തിങ് ഇൻ ഹാർമണി എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മ്യൂസിക് പല ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിനൊരു രാഗവും താളവും ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരു താളമില്ലാത്തൊരു ഇതുപോലെയാണ് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണമാണ് നമുക്കതിന് സാധിക്കുള്ളൂ. 2 നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാതെ നമ്മുടെ ബുദ്ധി അത് മറ്റുള്ളവരെക്കാളും കൂടുതലുണ്ട്, അത് നമ്മൾ ഫോക്കസ് ചെയ്യണം. 3 എന്ന് പറയുന്നത് കാര്യങ്ങൾക്കൊരു ഹാർമണി എല്ലാത്തിനും ചേർന്ന് കൊണ്ടുപോകാൻ നോക്കൂ എന്നാണ് പറയുന്നത്. ഇത് ഇന്ന് ശ്രമിച്ചു നോക്കൂ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വൈകുന്നേരം കാണാം.